ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി നമ്മുടെ ഗതാഗതം പൂർണ്ണ യോഗ്യമായി. റോഡിൻ്റെ വലിയ ബ്ലോക്കിംഗ് ആയിരുന്നു ഇന്നലത്തെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. വലിയ മൺതിട്ടയാണ് ഒന്നിച്ചു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രി അവലോകന യോഗത്തിൽ ഇന്നലെ തന്നെ അത് തുടരണോ എന്നുള്ളത്, അപ്പോൾ ഇന്നലെ തന്നെ തുടരാനാണ് നിർദ്ദേശം കൊടുത്തത്. കാലാവസ്ഥ വലിയ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിർത്തിവെക്കാം, തുടരാൻ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി റോഡ് പൂർണ്ണമായി, അതൊരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഹൈ മെഷീനറീസ് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പുറത്ത് ഒറ്റപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, 3 ബോഡീസും ഞാൻ രാത്രി 12 മണിക്ക് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 1 മണിയോടുകൂടി ആ ബോഡീസ് മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എംബാം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി. അവിടുന്ന് എംബാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആംബുലൻസിൽ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് ഗോളിയോർ, റാഞ്ചി, പാറ്റ്ന 3 കൊണ്ടുപോകാനുള്ള നടപടികൾ ആയിട്ടുണ്ട്. ബാക്കിയുള്ള കിട്ടാനുള്ള 5 പേർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള തെരച്ചിൽ പ്രവർത്തനം ഇന്ന് നടക്കുകയാണ്. ഞങ്ങളിപ്പം വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഈ സോണുകളാണല്ലോ നമ്മൾ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ എവിടെയാണെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. അപ്പോൾ ഉച്ചയോട് കൂടെ തന്നെ നമുക്ക് ഇതിൽ വൈദഗ്ധ്യമുള്ളതായിരിക്കുന്ന NDRF ആണ് ഇതിൻ്റെ സ്കെച്ചിങ് നടന്നത്, നമ്മളല്ല. അപ്പോൾ NDRFിൻ്റെ അഭിപ്രായമാണ് 4 മേഖലയാക്കി തിരിച്ച് ചെയ്യണം എന്നുള്ളത്. അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ വേണ്ട മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, മറ്റുള്ള സംവിധാനങ്ങൾ അതെല്ലാം ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ ചെയ്തു. ബാക്കി എല്ലാം ഇന്നലെ ഇത് സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും തുടർച്ചയായ കോണ്ടാക്റ്റിലായിരുന്നു. NDRFിൻ്റെ സംഘത്തെ എത്തിച്ചു. കോഴിക്കോട് നിന്നുള്ള സംഘം, വയനാട് നിന്നുള്ള സംഘം, SDRFിൻ്റെ സംഘത്തെ ക്രമീകരിച്ച് നിർത്തി. അയൽ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ഫയർഫോഴ്സിൻ്റെ സംവിധാനം എത്തി. അവിടെ നിന്ന് തന്നെ ഉടനെ മണ്ണ് നീക്കൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള വർക്ക് ഇന്നലെ തന്നെ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ കെഡാവർ ഡോഗ്സും അതുപോലെ ലൈവായിട്ടുള്ള ആളുകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനവും മരിച്ച ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയിലാണ്. പരിക്കേറ്റവരുടെ കാര്യത്തിൽ അവർ ഇപ്പോൾ ചികിത്സയിലാണല്ലോ. 2 പേരുടെ നിലയാണ് ഗുരുതരം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അവരുടെ? ഇന്നലെ ഞങ്ങൾ രാത്രി അവലോകന യോഗം നടത്തുമ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ഒരു ജീവനക്കാരൻ്റെതാണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളത്, ഒരാൾ. അപ്പോൾ അത് ഇന്നലെ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് തന്നത് ഒരു ചെറിയ സമയം തരണം എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നും വീണ്ടും പരിശോധിക്കും. ബാക്കിയുള്ളവരുടേത് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്.